മുഖക്കുരു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് അപ്പോൾ അത് ആക്നെ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ രൂപത്തിലായിരിക്കും നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത്. ചിലരിൽ ഇത് നല്ല പസ്സൊക്കെ നിറഞ്ഞ് ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് മൂക്കുരു വന്നിട്ടുള്ളവർക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ ഇനി പറയുന്ന ഒരു 4 ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഈ ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മൂക്കുരു ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. ഹോർമോണൽ ഇംബാലൻസ് ആണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. ഇതുകൂടാതെ ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നത്, അതുപോലെ സെഡൻറ്ററി ലൈഫ്, സ്ട്രെസ്സ്, സ്കിൻ കെയർ പ്രോഡക്റ്റുകളൊക്കെ തെറ്റായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ കാലാവസ്ഥ വ്യതിയാനം ഒരു കാരണമാണ്. ദെൻ പൊല്യൂഷനൊക്കെ കാരണം, അന്തരീക്ഷത്തിലുണ്ടാകുന്ന മലിനീകരണമൊക്കെ കാരണം നമുക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ കറക്റ്റ് റീസൺ കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുക. അല്ലെങ്കിൽ മെഡിക്കേഷൻസൊക്കെ ആവശ്യമാണെങ്കിൽ വേണ്ട മെഡിസിൻസ് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഡയറ്റ് ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ആൻഡ് ഇനി പറയുന്ന ഈ 4 ഫുഡ് കൂടി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. ഇലക്കറികൾ സാധാരണ നമ്മുടെ കിച്ചണിൽ കാണുന്ന ഒരു ഐറ്റമാണ്, പക്ഷേ കഴിക്കാൻ പലർക്കും മടിയായിരിക്കും. ഈ ഇലക്കറികളിനകത്ത് ധാരാളം അയണും വൈറ്റമിനും മഗ്നീഷ്യം, കാൽസ്യം, അങ്ങനെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻസൊക്കെ നമ്മുടെ സ്കിൻ ടോണ് നല്ല ഫെയർ ആവാനും അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. സ്കിന്ന് നല്ല ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സ്കാറൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് സഹായിക്കും. അതുമാത്രമല്ല ജനറലി നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടുകയും ഈ മൂക്കുരുവിനെതിരെ ആക്ട് ചെയ്യാനായിട്ട് ബോഡിയെ പാകപ്പെടുത്തുകയും ചെയ്യും. ഇലക്കറികൾ കഴിക്കുന്നത് മൂക്കുരുവിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്പെടും. ഇനി നമ്പർ 2 എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. അത് നമ്മുടെ കിച്ചണിൽ സാധാരണ കാണുന്ന ഒരു ഐറ്റമാണ് ബീട്രൂട്ട്. അപ്പോൾ ഈ ബീട്രൂട്ടിനകത്ത് വൈറ്റമിൻസും പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു റൂട്ട് വെജിറ്റബിളാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ മുഖക്കുരുവിനെതിരെ ഇത് ആക്ട് ചെയ്യുകയും അതുപോലെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് വേണമെങ്കിൽ ജ്യൂസായിട്ട് നല്ല ഫ്രഷ് ജ്യൂസായിട്ടും കുടിക്കാം, അല്ലെങ്കിൽ വേവിച്ച് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ സെക്കൻഡ് വൺ ബീട്രൂട്ടാണ്. അടുത്ത ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ, നമ്മൾ മധുരക്കിഴങ്ങെന്ന് പറയും. അപ്പോൾ ഈ മധുരക്കിഴങ്ങും സ്കിൻ കെയറിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരു വെജിറ്റബിളാണ് ഈ മധുരക്കിഴങ്ങെന്ന് പറയുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ലൈക്ക് വൈറ്റമിൻ എ ഉണ്ട്, ബി, സി, ദെൻ സിങ്ക്, അയൺ, കാൽസ്യം പോലുള്ള മിനറൽസ്, ഇങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു യൂസ് എന്ന് പറയുന്നത് ഈ നമ്മൾ കൺതടങ്ങളിലെ കറുപ്പകറ്റാനും അതുപോലെ റിങ്കിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അത് നാച്ചുറലി ചെയ്യാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റമാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങെന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ മുഖത്തുള്ള പോർസൊക്കെ ഉണ്ടല്ലോ, ഈ പോർസ് ക്ലീൻ ആകാൻ അതുപോലെ അത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും ഒക്കെ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡിസ്കളറേഷൻസ്, സ്കാറൊക്കെ ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരിക്കും സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഒരു സൂപ്പർ ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ. അടുത്ത ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബെറീസ് നമ്മളങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല, എന്നാലും ബെറീസ്, സ്ട്രോബെറീസ്, ചെറി, റാസ്ബെറി ഒക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിലും അത് ക്ലിയർ ആകാനായിട്ടും ഈ ബെറീസ് കഴിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഈ 4 ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കുക. സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ ബെറീസ്, ദെൻ ലീഫി വെജിറ്റബിൾസ്, ബീട്രൂട്ട്, ഈ 4 പേരെയും കൂടെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, എസ്പെഷ്യലി മൂക്കുരു ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ മൂക്കുരുള്ളവർ ഈ 4 ഫുഡിനെയും കൂടെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡയറ്റ് കറക്റ്റായിട്ട് നോക്കുക, അതുപോലെ തന്നെ കറക്റ്റ് റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക. മെഡിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ മാത്രം മെഡിസിൻസ് എടുക്കുക. അനാവശ്യമായിട്ട് ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക.